Today we will discuss about the radio transmitter, AM transmitter. The transmitter that transmit an AM signal is generally known as AM transmitters. These transmitters are used in medium wave and short wave frequency bands for AM broadcast. The medium wave has the frequency range between 550 kHz to 1650 kHz. And another one is the short wave. The short wave radio transmitter has the frequency ranging from 3 MHz to 30 MHz. These are the two types of transmitters. These frequencies are used for the two types of AM transmitters are high level transmitter and low level transmitter. High level transmitter use high level of modulation and low level transmitter use the low level of modulation. അപ്പോൾ എന്താ മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽസിനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവുമായിട്ട് മിക്സ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. മോഡുലേഷനകത്ത് രണ്ട് ടൈപ്പ് മോഡുലേഷനുണ്ട്. മീഡിയം വേവും ഷോർട്ട് വേവും ഫ്രീക്വൻസീസാണ് AM മോഡുലേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ രണ്ട് ലെവൽ ഓഫ് മോഡുലേഷനുണ്ട്. ഹൈ ലെവൽ മോഡുലേഷനും ലോ ലെവൽ മോഡുലേഷനും. ഹൈ ലെവൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പവർ കൂടുതലായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ട്രാൻസ്മിറ്റ് ദ ഓർഡർ ഓഫ് കിലോ വാട്ട്സ്. ഇൻ ഹൈ ലെവൽ മോഡുലേഷൻ ദ പവർ ഓഫ് ദ ട്രാൻസ്മിറ്റർ ഈസ് അറൗണ്ട് കിലോ വാട്ട് ലെവൽ. But in case of low level modulator, it is only a few watts. Then we use low level. അപ്പോൾ ഹൈ ലെവലിന് വേണോ ലോ ലെവൽ, ദ ചോയ്സ് ബിറ്റ്വീൻ ദീസ് ടു സ്കീംസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രാൻസ്മിറ്റിംഗ് പവർ ഓഫ് ദ AM ട്രാൻസ്മിറ്റർ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന AM ട്രാൻസ്മിറ്ററിൻ്റെ പവർ എത്ര കിലോ വാട്ടിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര വാട്ടിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ഹൈ ലെവൽ മോഡുലേഷനോ ലോ ലെവൽ മോഡുലേഷനോ ചോയ്സ് ആയിട്ട് സെലക്ട് ചെയ്യും. This is the complete block diagram of an AM transmitter. ഇതിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈ സെക്ഷൻ RF സെക്ഷൻ, ദിസ് വൺ ഈസ് ദ AF സെക്ഷൻ. ഈ RF സെക്ഷനിൽ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഓഡിയോ സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നു. ഫൈനലി ദിസ് വിൽ കമ്പൈൻ യൂസിങ് എ മോഡുലേറ്റർ ആൻഡ് ദെൻ ഗിവൺ ടു എ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന. ദെൻ വി ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ step by step. First one is the microphone. നമുക്കറിയാം microphone. What is the function of microphone? Microphone which converts our sound signals into electrical signals. Then an AF section of the transmitter generates modulating wave signal. The conversion of the sound energy into electrical energy is performed by the microphone. ഓക്കെ, ഈ മൈക്രോഫോണിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. വീക്ക് സിഗ്നൽസ് അല്ലെങ്കിൽ അതിൻ്റെ പവർ അത്രയും പോരാതെ വരും. ടു റൈസ് ദ ലെവൽ ഓഫ് ദി ഓഡിയോ സിഗ്നൽ വി യൂസ് ആൻ AF ആംപ്ലിഫയർ. അപ്പോൾ AF മീൻസ് ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ. ദ ഇലക്ട്രിക്കൽ എനർജി അവൈലബിൾ ഫ്രം ദ മൈക്രോഫോൺ ഈസ് വെരി ലോ. ഹെൻസ് വി യൂസ് an amplifier or it is passed through an amplifier. Then next section is audio AF power amplifier. കാരണം നമ്മൾ ലോ ലെവലോ ഹൈ ലെവലോ പവർ ലെവലിലാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ സിഗ്നൽസിൻ്റെ ഒരിക്കലും വീക്കായി പോകാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കുറച്ചുകൂടി പവർ റൈസ് ചെയ്യണം. AF power amplifier. And then output of this AF power amplifier is given to a modulator. Then the output from the AF amplifier is fed to an AF power amplifier. The power amplifier provides a required audio frequency power. അപ്പോൾ പവർ ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ എത്ര പവർ വേണോ അതിനനുസരിച്ച് നമ്മൾ ആ ടൈപ്പിലുള്ള ഒരു ആംപ്ലിഫയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ ഔട്ട്പുട്ട് ഓഫ് ദ AF പവർ ആംപ്ലിഫയർ ഈസ് ഗിവൺ ടു എ മോഡുലേറ്റർ.
Then next section is the RF section. First crystal oscillator. Crystal oscillator എന്ന് പറഞ്ഞാൽ is always a constant frequency oscillator ആണ്. നമ്മൾ ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഫ്രീക്വൻസി നമ്മളിപ്പോൾ ഒരു FM സ്റ്റേഷൻ അല്ലെങ്കിൽ AM സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് അറിയപ്പെടുന്ന അതിൻ്റെ 94.3 അല്ലെങ്കിൽ 95 അല്ലെങ്കിൽ 101.5 ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളവിടെ നെയിം ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ വളരെ സ്റ്റേബിൾ ആയിരിക്കണം. സോ വി മെയിൻലി യൂസ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി നോക്കുക. ഡിപ്പെൻഡിങ് എപ്പോൾ നോക്കുക, നമ്മുടെ ഇവിടെ ഓഡിയോ സിഗ്നൽസ് വളരെ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്. ബട്ട് ഇവിടെ ക്യാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആയിരിക്കും. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാരിയർ ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ക്യാരിയർ ഫ്രീക്വൻസി എന്ന് നെയിം ചെയ്യുന്നത്. ഓക്കെ, then it is given to a buffer amplifier. ബഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും വിചാരിക്കണം, ഇറ്റ്സ് ആൻ ഐസൊലേറ്റർ. അതായത് പ്രീവിയസ് സെക്ഷനെയും നെക്സ്റ്റ് സെക്ഷനെയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുക. എന്തിനായിരിക്കും ഐസൊലേറ്റ് ചെയ്യുന്നത്? ലോഡിങ് എഫക്റ്റ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ പവർ തമ്മിൽ ചേഞ്ച് ചെയ്യരുത്. ഇങ്ങനെയുള്ള ചില കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, യൂസേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഫർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. In the RF section, high frequency carrier wave is generated by the crystal controlled oscillator. Okay. Then the output of the crystal controlled oscillator is amplified by the RF amplifier, and the buffer isolates the RF amplifier from the oscillator. അപ്പോൾ നോക്കി, RF പവർ ആംപ്ലിഫയറിനെയും നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെയും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുക. ദിസ് യൂസ് ബഫർ ആംപ്ലിഫയർ. അപ്പോൾ ഐസൊലേഷന് വേണ്ടിയിട്ടാണ് ബഫർ ആംപ്ലിഫയർ. ദിസ് അറേഞ്ച്മെൻറ്റ്സ് കീപ്സ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ കൺട്രോൾഡ് ഓസിലേറ്റർ ആസ് കോൺസ്റ്റന്റ്. അപ്പോൾ ലോഡിങ് എഫക്റ്റ് ഉണ്ടാകത്തില്ല, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡോ ഫ്രീക്വൻസിയോ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. ദാറ്റ്സ് എ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ബഫർ ആംപ്ലിഫയർ, ടു ഐസൊലേറ്റ് ദ RF പവർ ആംപ്ലിഫയർ ഫ്രം ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ദെൻ അപ്പോൾ ഇവിടെ നോക്കുക, ക്രിസ്റ്റൽ ഓസിലേറ്റർ, ദെൻ RF പവർ ആംപ്ലിഫയർ, ഇറ്റ്സ് എ ബഫർ ആംപ്ലിഫയർ ഐസൊലേറ്റ്സ് ദീസ് ടു സിഗ്നൽസ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ ടു എ മോഡുലേറ്റർ. മോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയർ ഫ്രീക്വൻസി, നമ്മുടെ ഓഡിയോ ഇൻഫർമേഷൻ, ദിസ് ഈസ് അവർ ക്യാരിയർ ഫ്രീക്വൻസി ആൻഡ് ദിസ് ഈസ് അവർ ഓഡിയോ ഇൻഫർമേഷൻ, ഈ രണ്ട് സിഗ്നൽസിന് തമ്മിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു അവർ ഇൻപുട്ട് സിഗ്നൽസ്. ഫ്രീക്വൻസി ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഓഡിയോ സിഗ്നൽസിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് ഈ ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്തിരിക്കുന്നത്, ഫ്രീക്വൻസി അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റർ. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ടു ട്രാൻസ്മിറ്റ് ദ സിഗ്നൽസ്. Then the RF oscillator generates a carrier signal. Both modulating and carrier signals sent to an AM modulator. Power amplifier is used to increase the power level of the AM wave. This wave is finally passed to the antenna. നമ്മളൊരു റേഡിയോ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ്റെ പവർ പറയുമ്പോൾ ഈ പവർ ആംപ്ലിഫയർ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന പവറിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. The modulator is an electronic switch or a transistor or a passive components which perform the ഈ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജംഗ്ഷൻ ഡിവൈസ് ആയിരിക്കും. ഈവൻ ഒരു ഡയോഡ് മതി. ഡയോഡിൻ്റെ ജംഗ്ഷനിൽ കൂടെ 2 ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അറ്റ് എ ടൈം പാസ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും? മോഡുലേഷൻ പ്രോസസ്, അത് തമ്മിൽ കമ്പൈൻ ചെയ്യും. അതാണ് മോഡുലേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ. വേണ്ട ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം, ഇറ്റ്സ് ആൻ അനദർ ഡിവൈസ്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷനിൽ കൂടെ 2 സിഗ്നൽസ്, എമിറ്ററിൽ കൂടെ ഒരു സിഗ്നൽസ് വരുന്നു, കാരിയർ സിഗ്നൽസ് വരുന്നു, ബേസിൽ കൂടെ നമ്മുടെ ഓഡിയോ സിഗ്നൽസ് വരുന്നു. വെൻ ദീസ് 2 സിഗ്നൽസ് ക്രോസസ് ദ ജംഗ്ഷൻ, അത് ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അത് തമ്മിൽ ബീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് തമ്മിൽ മിക്സ് ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ആൻ മോഡുലേറ്റഡ് സിഗ്നൽ, വിൽ ഗെറ്റ് എ മോഡുലേറ്റഡ് ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് നമ്മൾ മോഡുലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് ട്രാൻസിസ്റ്റർ പാസീവ് കമ്പോണൻസ് വിച്ച് പെർഫോംസ് the process of modulations. In the modulator, the RF wave and modulating wave signal mix to produce the amplitude modulated wave. The output of this section is fed to an antenna for transmission. This is the complete block diagram of a AM transmitter. See, this is a crystal oscillator, carrier generator, buffer amplifier is an isolator, RF amplifier is a rise the power level of the signal. Then microphone audio signals, then audio signals in AF amplifier, voltage amplifier, then it is given to an amplifier
Finally, these two signals are combined in using a modulator. Output of the modulator is an AM wave. Then it is given to a transmitting antenna to transmit the signals. Thank you.